അപ്പോൾ ജസൽ, നമുക്കിപ്പോൾ ആരോണ്ടുള്ള ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാമോ? ഞാനിപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാനിവിടെ മെഡിക്കൽ കോഡിങ് പഠിച്ചത്. അപ്പോൾ അതിൽ BCom ആയിരുന്നു ഞാൻ ഡിഗ്രി. അത് കഴിഞ്ഞ് ഇതിൽ വന്ന് ചേർന്നപ്പോൾ നല്ല ക്ലാസ്സുകളും എല്ലാം നന്നായിരുന്നു. അതുപോലെ എക്സാം പ്രിപ്പറേഷനാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിക്ക് 25 മോക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പാസ് ഔട്ട് ആയത് ഏത് മാസമായിരുന്നു? ഞാൻ മാർച്ചിലായിരുന്നു പാസ് ഔട്ട് ആയത്. മാർച്ച് 15th എക്സാം എഴുതി പാസ് ഔട്ട് ആയത്. മാർച്ച് 15 പാസ് ഔട്ട് ആയി. ഇപ്പോൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു എത്ര മാസമാണ് നിങ്ങൾക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എത്ര ടൈം ഉണ്ടായിരുന്നത്? ഒരു 1.5 മാസത്തോളം ട്രെയിനിങ് പീരീഡ് ഉണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ ഇതേപോലത്തെ ഷോർട്ട് ടേം കോഴ്സസ് നമുക്കുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചതും വർക്ക് ചെയ്യുന്നതും തമ്മിൽ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്ന് പറയാം. ഡിഫറൻസ് ഉണ്ട്. എങ്ങനെ മെഡിക്കൽ കോഡിങ്ങിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ട്രെയിനിങ് കൂടി അറ്റൻഡ് ചെയ്യുമ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നത് തന്നെയാണോ നിങ്ങൾക്ക് കാര്യങ്ങൾ? ഓൾമോസ്റ്റ് അത് തന്നെയാണ്. നമുക്ക് ഇവിടെ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഒന്നുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. ട്രെയിനിങ്ങിലും അത് തന്നെയാണ്. സോ ആക്ച്വലി ആരോണ്ട് ഈ ഒരു ജേർണിയിൽ ഇയാൾ സാറ്റിസ്ഫൈഡ് ആണ്? ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണ്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജസൽ, താങ്ക് യു ആരോണ്ടിൽ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വന്നതിനും നമ്മളെ കൂടെ ഈ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്തതിലും. അതേപോലെ തന്നെ ഞങ്ങളും വളരെ പ്രൗഡാണ് ഇപ്പോൾ ഈ ഒരു മൊമെന്റിൽ. ഈ ഒരു 5 മാസം കൊണ്ട് എന്താ പറയുക, ഒരു എൻ്റയർലി സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ഇയാളെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പഠിപ്പിച്ച് പാസ് ഔട്ട് ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആരോണ്ട് പ്ലേസ്മെന്റ്സ് ത്രൂ തന്നെയല്ലേ നമുക്ക് പ്ലേസ്മെന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഓൾ ദ ബെസ്റ്റ്, ഷെയർ ആവട്ടെ.